നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അക്കിക്കാവ് ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറി ഡ്രൈവർ മരിച്ചു. യാത്രക്കാരുൾപ്പെടെ 8 പേർക്ക് പരിക്ക്. സുരക്ഷാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ PA മാധവൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ മുണ്ടൂരിൽ വീടിനടുത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് എറണാകുളത്ത് റീനെ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. തെരുവുനായ ശല്യം മൂലം 2 ദിവസം വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ ബുധനാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ആശ്വാസത്തിൽ. കടവല്ലൂർ വടക്കുമുറിയിൽ 74-കാരനെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. മാനക്കണ്ടത്ത് വീട്ടിൽ അലിക്കാണ് മർദ്ദനമേറ്റത്. വാർത്തകൾ വിശദമായി. അക്കിക്കാവ് സെന്ററിൽ KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ പൂട്ടിക്കിടന്ന കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. യാത്രക്കാരുൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാത്രി 10:45 താഴത്തെ അക്കിക്കാവ് സെന്ററിലായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളം കുമ്പളങ്ങി പന്നാമ്പള്ളി വീട്ടിൽ ജോർജ് P. ജോസഫാണ് മരിച്ചത്. 49 വയസ്സാണ്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ നിന്നും അശ്രദ്ധമായി സംസ്ഥാന പാതയിലേക്ക് കയറിയ കാറിൽ തട്ടാതിരിക്കാൻ ഡ്രൈവർ ബസ് വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നിയന്ത്രണം നഷ്ടമായ ബസ് റോഡരികിലെ പൂട്ടിക്കിടന്ന കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓടിട്ട പഴയ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ബസ്സിനുള്ളിലേക്ക് തകർന്നു വീണു. ബസ്സിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്ന് 1 മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ കോഴിക്കോട് ഫവാസ് വീട്ടിൽ ഐമൻ അക്ബർ, വയനാട് മാരിപ്പോട് സന്നിക, പല്ലൂർക്കാവ് തൂമുക്കൽ സോഫിയ തോമസ്, തൃശൂർ ഒല്ലൂർ ചോൻകുളങ്ങര അഭിനവ് കൃഷ്ണ, കോഴിക്കോട് മുറിക്കൽ ചിറ വിപിൻ എന്നിവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ നാട്ടുകാരായ 3ഓളം പേർക്കും പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അക്കിക്കാവ് ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒരാഴ്ചക്കിടെ മരിച്ചത് 2 പേർ. അമിത വേഗതയാണ് അപകടങ്ങൾക്ക് കാരണം. സുരക്ഷാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൃശൂർ കടവല്ലൂർ റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി 2 വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ സിഗ്നൽ ലൈറ്റുകൾ ഇന്നും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് നാട്ടുകാരുടെ പ്രധാന പരാതി. റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടും സീബ്ര ക്രോസിംഗ്, മുന്നറിയിപ്പ് ബോർഡുകൾ, വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ, CCTV ക്യാമറകൾ, രാത്രികാല സുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം പുലർച്ചെ അക്കിക്കാവിൽ ലോറിയിടിച്ച് 24-കാരനായ ഇരുചക്രവാഹന യാത്രികൻ മരിച്ചിരുന്നു. ആ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് ചൊവ്വാഴ്ച രാത്രി കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ പൂട്ടിക്കിടന്ന കടയിലേക്ക് ഇടിച്ചുകയറി ഡ്രൈവർ എറണാകുളം കുമ്പളങ്ങി സ്വദേശി 49 വയസ്സുള്ള ജോർജ് P. ജോസഫ് മരിച്ചത്. യാത്രക്കാരുൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംസ്ഥാനപാതയും ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന അക്കിക്കാവ് ജംഗ്ഷൻ പ്രദേശത്തെ ഏറ്റവും തിരക്കേറിയ കേന്ദ്രങ്ങളിലൊന്നാണ്. സമീപത്തെ ക്ഷേത്രം, സ്വകാര്യ ഡെന്റൽ, എഞ്ചിനീയറിംഗ്, B.Ed കോളേജ് എന്നിവിടങ്ങളിലേക്കായി ദിവസേന 100 കണക്കിന് വിദ്യാർത്ഥികളും ജീവനക്കാരും ഭക്തജനങ്ങളും കാൽനടയായും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. കോഴിക്കോട് ഭാഗത്തുനിന്ന് എത്തുന്ന വാഹനങ്ങൾ അക്കിക്കാവ് ഹൈസ്കൂളിന് സമീപത്തെ ഇറക്കം പിന്നിട്ട ശേഷം അതിവേഗത്തിൽ എത്തുന്നതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന കാരണം. അതേസമയം കഴിഞ്ഞ ദിവസം കടവല്ലൂർ കല്ലുംപുറത്ത് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനായി റംബിൾ സ്ട്രിപ്പുകൾ സ്ഥാപിച്ച നടപടി മാതൃകയാക്കി അക്കിക്കാവിലും സമാന സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ PA മാധവൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ മുണ്ടൂരിൽ വീടിനടുത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് എറണാകുളത്ത് റീനെ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രി 11:15 അന്ത്യം.
2011-2016 കാലഘട്ടത്തിൽ മണലൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭാംഗമായിരുന്നു. 13 വയസ്സ് മുതൽ തന്നെ സജീവ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന അദ്ദേഹം വിമോചന സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അംഗം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഐക്യജനാധിപത്യ മുന്നണി ജില്ലാ ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്, സീതാറാം സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മിൽസ് ഡയറക്ടർ, മാള കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽസ് ചെയർമാൻ, മത്സ്യവില്പന തൊഴിലാളി സഹകരണ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിയായി പ്രവർത്തിച്ചു വരുന്നതിനിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുണ്ടായ അപകടത്തിലാണ് സാരമായ പരിക്കേറ്റത്. വീടിന് സമീപത്ത് വെച്ച് വാഹനം ഇടിച്ചു വീഴ്ത്തുകയായിരുന്ന അപകടത്തിൽ സംശയമുയർത്തി കുടുംബം നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം DCC ഓഫീസിൽ പൊതുദർശനമുണ്ടായി. ഉച്ചതിരിഞ്ഞ് മുണ്ടൂരിലെ വീട്ടിലെത്തിച്ച ഭൗതിക ശരീരത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടക്കും. സാവിത്രി ഭാര്യയും സമീർ, സമോദ് എന്നിവർ മക്കളുമാണ്. തെരുവുനായ ശല്യം മൂലം തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ ബുധനാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ആശ്വാസത്തിൽ. കഴിഞ്ഞ ദിവസം മേഖലയിലെ നായ്ക്കളെ പിടികൂടി ഷെൽട്ടറിലേക്ക് മാറ്റിയതോടെയാണ് വിദ്യാലയം ബുധനാഴ്ച തുറന്ന് പ്രവർത്തിച്ചത്. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച പട്ടിപിടുത്തം രാത്രി വരെ തുടർന്നു. രാവിലെ മുതൽ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലേക്ക് എത്തിത്തുടങ്ങി. പ്രധാന അധ്യാപിക ഷീജ ജോസിന്റെ നേതൃത്വത്തിൽ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചു. കുട്ടികളെ വിദ്യാലയത്തിലേക്ക് വിടുന്നതിൽ ആശങ്ക ഉണ്ടായിരുന്നുവെന്നും പട്ടികളെ പിടികൂടിയതോടെ ആശ്വാസത്തിലാണെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. കുട്ടികളെ വിടാനൊക്കെ നല്ല പേടിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് എല്ലാം നല്ല രീതിക്കാണ് പോകുന്നത്. ഭീതിയില്ലാതെ സാധാരണ ദിവസങ്ങളിൽ വരുന്നത് പോലെ കളിച്ചിരികളുമായാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിയത്. ക്ലാസുകളും സാധാരണ ദിവസങ്ങളിലെ പോലെ തന്നെ പ്രവർത്തിച്ചു. പട്ടികളെ പിടികൂടിയെങ്കിലും ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്ന് പ്രധാന അധ്യാപിക ഷീജ ടീച്ചറും PTA പ്രസിഡന്റ് CD പരമേശ്വരനും പറഞ്ഞു. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കണ്ടിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട്. വരുമ്പോഴായാലും പട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ആ സംഖ്യയൊക്കെ നമ്മൾ ഒഴിഞ്ഞു. നമ്മുടെ സ്കൂളിൽ തമ്പടിച്ചിരുന്ന അമ്മപ്പട്ടിയും അതുപോലെ കുഞ്ഞുങ്ങളും മറ്റു നായ്ക്കളൊക്കെ പിടിച്ച് ഷെൽട്ടറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം നമുക്കായിട്ടുണ്ട്. അതൊക്കെ വളരെ സന്തോഷത്തോടെ വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. പഞ്ചായത്ത് നമുക്ക് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും ഒരു ചെറിയ ആശങ്കയും ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതിലിൻ്റെ മീതത്തിലാണ് പട്ടികളും കൊണ്ട് കൂടുതലും പ്രവേശിക്കും. സ്കൂളിന്റെ ചുറ്റുമതിൽ ചാടിക്കടന്ന് പട്ടികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് ചുറ്റുമതിലിന്റെ ഉയരം വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രധാന അധ്യാപികയും PTA പ്രസിഡന്റും പറഞ്ഞു. 2 ദിവസത്തെ അവധിക്ക് ശേഷം വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഭാഗമായി പഞ്ചായത്ത് അധികാരികളും രക്ഷിതാക്കളും നാട്ടുകാരും സ്കൂളിലെത്തിയിരുന്നു. കാട്ടകമ്പൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. പഴഞ്ഞി അങ്ങാടിയിലും മഹാൻ ഓഡിറ്റോറിയത്തിന് സമീപത്തും ഇരുചക്ര വാഹനയാത്രക്കാർ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് നേരെ തെരുവുനായ പാഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ട്. ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. അനിമൽ ബർത്ത് കൺട്രോൾ സംവിധാനം ഫലപ്രദമായി നടപ്പാക്കി തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് പെരുന്തുരുത്തി, ജനറൽ സെക്രട്ടറി അരുൺ ഗഗനൻ, സെക്രട്ടറി ബിനോജ് വാഴപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ വടക്കുമുറിയിൽ 74-കാരനെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. മാനക്കണ്ടത്ത് വീട്ടിൽ അലിയെയാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ പാണ്ടരത്ത് വീട്ടിൽ സിറാജ്, ഷെറിൽ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 29-ന് രാവിലെ 11:00 സംഭവം. അലി പുല്ലുപറിച്ച് പുറകോട്ടെറിഞ്ഞപ്പോൾ റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന 1-ാം പ്രതിയുടെ ദേഹത്ത് പുല്ല് വീണതായി പറയുന്നു. ഈ വിരോധത്തെ തുടർന്ന് 1-ാം പ്രതി അലിയെ തടഞ്ഞു നിർത്തി മുഖത്തടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് അലിയുടെ വായിലെ മുകൾ വരിയിലെ 2 പല്ലുകൾ ഇളകിയതായും ആയുധം ഉപയോഗിച്ച് അലിയുടെ വലതു കൈയിൽ അടിച്ചതായും പരാതിയിൽ പറയുന്നു. പരിക്കേറ്റ അലി തന്റെ അനുജന്റെ വീടിന്റെ മുറ്റത്തേക്ക് കയറിയ സമയത്ത് 2 പ്രതികളും അവിടെയെത്തി വീണ്ടും ആക്രമണം നടത്തി. അനുജന്റെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറിയ പ്രതികൾ അലിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കൈകൊണ്ടിടിച്ച് ദേഹോപദ്രവമേൽപ്പിച്ചതായും പരാതിയിൽ പറയുന്നു.
മർദ്ദനത്തിൽ പരിക്കേറ്റ അലി പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിൽ വെച്ച് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കടങ്ങോട് പള്ളിമേപ്പുറം മേഖലയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് പള്ളിമേപ്പുറം സൈദാലി ഹാജി റോഡിൽ വലിയ ശബ്ദത്തോടെ കാറ്റ് വീശിയടിച്ചത്. പലയിടങ്ങളിലും വലിയ മരങ്ങൾ കടപുഴകി വീഴുകയും കൊമ്പുകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. മരം വീണ് പരപ്പിൽ താൽക്കാലിക ഷെഡിന് കേടുപാടുകൾ സംഭവിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, വാർഡ് മെമ്പർ ആമിന സുലൈമാൻ എന്നിവർ പ്രദേശത്ത് സന്ദർശനം നടത്തി. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. ഇനിയുള്ള ഒരു മാസക്കാലം ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ നാളുകളാണ്. പാപ്പാന്മാരുടെ പ്രത്യേക പരിപാലനവും പോഷകാഹാരങ്ങളടങ്ങിയ ഭക്ഷണവുമാണ് സുഖചികിത്സാകാലത്തെ പ്രത്യേകത. അരി, ചെറുപയർ, മുതിര തുടങ്ങിയവ പ്രത്യേക അനുപാതത്തിലെടുത്ത് ആയുർവേദ വിധിപ്രകാരം അഷ്ടചൂർണം, ചവനപ്രാശം എന്നിവയും വൈറ്റമിൻ ഗുളികകളും ചേർത്ത ചോറുരുളയാണ് സുഖചികിത്സാ സമയത്ത് ആനകൾക്ക് നൽകുന്നത്. വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം ഓരോ ആനകളുടെയും തൂക്കവും ആരോഗ്യസ്ഥിതിയും പരിശോധിച്ച ശേഷമാണ് മരുന്നുകൂട്ടുകളുടെ അളവുകൾ നിശ്ചയിക്കുന്നത്. ആനകളുടെ തൂക്കവും തേജസ്സും വർദ്ധിക്കുമെന്നതിനാലാണ് വർഷകാലത്ത് സുഖചികിത്സ നടത്തുന്നത്. സമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം തേച്ചുകുളിയും പ്രത്യേകതയാണ്. ദേവസ്വത്തിലെ മുൻനിര ആനകളായ നന്ദൻ, ഇന്ദ്രസൻ തുടങ്ങി 14 ആനകൾ നീരിലാണ്. ഈ ആനകൾക്ക് മദപ്പാടിൽ നിന്നഴിച്ച ശേഷമായിരിക്കും സുഖചികിത്സ നൽകുക. 30 ദിവസത്തെ സുഖചികിത്സയിലൂടെ ആനകളുടെ രോഗപ്രതിരോധശേഷി വർദ്ധിക്കുകയും ദഹനപ്രക്രിയ ശരിയായ രീതിയിൽ നടക്കുകയും ചെയ്യുമെന്നാണ് ആനവിദഗ്ധർ പറയുന്നത്. ആനത്താവളത്തിൻ്റെ വടക്കേമുറ്റത്ത് ആനകളെ നിരയായി നിർത്തിയ ശേഷം ജൂനിയർ വിഷ്ണുവിന് ആദ്യ ചോറുരുള നൽകി റവന്യൂ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആനകൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിന് ആശുപത്രി അടക്കമുള്ള സൗകര്യങ്ങളുമായി ആനത്താവളത്തിൻ്റെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭണ്ഡാരയിലിരുന്ന ഒരു ഹോസ്പിറ്റലിൽ പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആനയ്ക്കുള്ള ഹോസ്പിറ്റൽ, ഇവിടുത്തെ അടിസ്ഥാനപരമായ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുമോ അതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ പുണത്തൂർ കോട്ട നവീകരിക്കുന്ന കാര്യം ഉൾപ്പെടെ അടുത്ത വർഷം സുഖചികിത്സ ഇന്നും ഫലപ്രദമായിട്ട് നന്നായിട്ട് വലിയ തൃശ്ശൂർ പൂരം പോലെ ഒരു ഉത്സവമായിട്ട് തന്നെ ഇവിടെ നടത്താൻ ആണ് ഗുരുവായൂർ ദേവസ്വം തയ്യാറാക്കി കഴിഞ്ഞോ? ഏകദേശം ഒരു പ്രിലിമിനറി ആയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ട്. കോട്ട നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ പ്ലാന് ഭരണസമിതി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്താനായിരുന്നു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷനായി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, C മനോജ് B നായർ, MU ഷിനിജ, ജീവധനം വിദഗ്ധ സമിതി അംഗങ്ങളായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വ്യത്യസ്ത സമരവുമായി ജനകീയ കൂട്ടായ്മ. പ്രതീകാത്മക മൃതദേഹവും വഹിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ സമരം. പഞ്ചായത്തിലെ വാതക ശ്മശാനം അടിയന്തരമായി പണി പൂർത്തീകരിച്ച് ജൂൺ 30-ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നായിരുന്നു കരാർ കമ്പനി കോസ്റ്റ്ഫോർഡും പഞ്ചായത്ത് അധികൃതരും ഉറപ്പു നൽകിയിരുന്നത്. ഇത് പ്രാവർത്തികമാക്കാത്തതിന്റെ പ്രതിഷേധിച്ചാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക മൃതദേഹവും വഹിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. നായരങ്ങാടിയിൽ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നാരംഭിച്ച പ്രതിഷേധ ജാഥ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ജനകീയ സമിതി കൺവീനർ മാധവൻ പൂങ്ങാട്ട് സമരം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കിടത്തിയ പ്രതീകാത്മക മൃതദേഹത്തിൽ വിവിധ മരണാനന്തര സമിതികളുടെ റീത്തുകൾ സമർപ്പിച്ചു. 18-ാം വാർഡ് മെമ്പർ അശോകൻ എടക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സമരസമിതി ജോയിന്റ് കൺവീനർ മനോജ് വെള്ളക്കട, പൊതുപ്രവർത്തകൻ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ജനകീയ സമിതി കോർഡിനേറ്റർമാരായ അഖിൽ കണക്കഞ്ചേരി സ്വാഗതവും സുബിൻ എഴുത്തച്ഛൻ വീട്ടിൽ നന്ദിയും പറഞ്ഞു. ജനകീയ സമിതി കോർഡിനേറ്റർമാരായ വിനു കണ്ടംപുള്ളി, സംഗീത മനോജ്, മെമ്പർമാരായ ജിതേഷ്, രുഗ്മ്യ സുധീർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് ഡോക്ടേഴ്സ് ദിനം. രോഗിയെ മരുന്നുകൊണ്ട് മാത്രം ചികിത്സിക്കാതെ കരുതലും സ്നേഹവും കൊണ്ട് ആശ്വസിപ്പിക്കുന്ന ഡോക്ടർമാരാണ് സമൂഹത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. അത്തരത്തിൽ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളായി മാതൃകയായി നിലകൊള്ളുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ CJ ജോസ്. 1940-ൽ ജനിച്ച ഡോക്ടർ CJ ജോസ് തൃശൂർ ജില്ലയിലെ ചേറ്റുപുഴക്കാരൻ ഹൌസിൽ നിന്നാണ് വൈദ്യശാസ്ത്ര രംഗത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്.
സ്കൂൾ വിദ്യാഭ്യാസം തൃശൂരിലെ സെന്റ് തോമസ് കോളേജ് ഹൈസ്കൂളിലും തുടർന്ന് കോളേജ് വിദ്യാഭ്യാസം സേക്രഡ് ഹാർട്ട് കോളേജിലുമാണ് പൂർത്തിയാക്കിയത്. പിന്നീട് കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദം നേടി. മെഡിക്കൽ പഠനത്തിനു ശേഷം വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൌസ് സർജറിയും പുതുച്ചേരിയിലെ ജിപ്മറിൽ നിന്ന് ജനറൽ മെഡിസിനിൽ MD ബിരുദവും കരസ്ഥമാക്കി. 1969 മുതൽ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ കൺസൾട്ടന്റ് ഫിസിഷ്യനായും മെഡിക്കൽ സൂപ്രണ്ടായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം ആയിരക്കണക്കിന് രോഗികളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ കൈത്താങ്ങായി മാറി. ഡോക്ടർ എന്ന പദവിയെ ഒരു തൊഴിൽ മാത്രമായി കാണാതെ മനുഷ്യസേവനത്തിനുള്ള ദൗത്യമായി ഏറ്റെടുത്ത വ്യക്തിയാണ് ഡോക്ടർ CJ ജോസ്. രോഗികളോടുള്ള കരുതലും ലാളിത്യവും ആത്മാർത്ഥതയും അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ പ്രിയങ്കരനാക്കി. രോഗിക്ക് മരുന്ന് നൽകുന്നതിനപ്പുറം കരുതലും ആത്മവിശ്വാസവും പകരുന്ന ചികിത്സാരീതിയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ലാളിത്യവും വിനയവും മനുഷ്യസ്നേഹവും കൈമുതലാക്കി ജീവിതം മുഴുവൻ ആതുരസേവനത്തിന് സമർപ്പിച്ച അദ്ദേഹം ഡോക്ടർ എന്ന പദവിയുടെ യഥാർത്ഥ അർത്ഥം സമൂഹത്തിന് കാണിച്ചു നൽകിയ വ്യക്തിയാണ്. ചികിത്സയ്ക്കായി എത്തുന്നവർക്ക് ആത്മവിശ്വാസം പകരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളും സമീപനവും ഇന്നും നിരവധി പേർക്ക് പ്രചോദനമാണ്. ഡോക്ടർ CJ ജോസിനെപ്പോലെ രോഗീപരിചരണത്തിൽ സമർപ്പണവും സേവന മനോഭാവവും പുതിയ തലമുറയിലെ ഡോക്ടർമാർക്ക് എന്നും മാതൃകയായിരിക്കും. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആചരണത്തിന്റെ ഭാഗമായി പുത്തൻകടപ്പുറം GF UP സ്കൂളിലെ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ സംവാദം നടത്തി. രാജ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ സുഹാന മുഹമ്മദ് വിദ്യാർത്ഥികളോട് സംവദിച്ചു. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, രോഗപ്രതിരോധം, മാനസിക ശാരീരിക ആരോഗ്യം, എലിപ്പനി, ഷിഗല്ല തുടങ്ങിയവയ്ക്കെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ തുടങ്ങി വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകി. പ്രധാന അധ്യാപിക PK റംല ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ SK പ്രിയ, MK മഞ്ജു, സയന ചായൂർ, MK അബ്ദുൾ സലീം, ഷീജ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഡോക്ടറെ ആദരിച്ചു. എല്ലാ തിരക്കുകൾക്കിടയിലും കൃഷിക്ക് സമയം കണ്ടെത്തി മാതൃകയാവുകയാണ് ചാലിശ്ശേരി സ്വദേശി പുലിക്കോട്ടിൽ ജിജു. 2 പതിറ്റാണ്ടിലേറെയായി സ്വന്തം ഭൂമിയെ ഒരു അപൂർവ ഫലവൃക്ഷ ശേഖരമാക്കി മാറ്റി അന്താരാഷ്ട്ര പഴദിനത്തിൽ ശ്രദ്ധേയനായിരിക്കുകയാണ് ജിജു. ചാലിശ്ശേരിയിൽ നിന്ന് 4 പതിറ്റാണ്ടായി കച്ചവടവുമായി എറണാകുളത്തെത്തിയ ജിജു വടുതല ഗ്രീൻ ഗാർഡനിലേക്ക് താമസമാക്കിയ ശേഷമാണ് 57-ാം വയസ്സിലും യുവത്വത്തിന്റെ ആവേശത്തോടെ മണ്ണിലിറങ്ങി അപൂർവ ഫലവൃക്ഷങ്ങളുടെയും പച്ചക്കറികളുടെയും വൈവിധ്യമാർന്ന ശേഖരം ഒരുക്കിയിരിക്കുന്നത്. ചാലിശ്ശേരിയിലെ കർഷക പാരമ്പര്യമുള്ള പിതാവ് പുലിക്കോട്ടിൽ കുഞ്ഞനിൽ നിന്നാണ് കൃഷിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. ബാല്യത്തിൽ പിതാവിനൊപ്പം വയലുകളിലും പറമ്പുകളിലും ചെലവഴിച്ച നിമിഷങ്ങളാണ് പിന്നീട് കൃഷിയോടും പ്രകൃതിയോടുമുള്ള സ്നേഹമായി വളർന്നത്. എറണാകുളത്ത് 3 സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 1/2 ഏക്കർ ഭൂമിയിലാണ് ജിജുവിന്റെ കൃഷിത്തോട്ടം. സ്വദേശിയും വിദേശിയുമായ വിവിധയിനം റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, 15-ലധികം ഇനം മാവുകൾ, 10-ലധികം ഇനം പ്ലാവുകൾ, വിവിധങ്ങളായ ചാമ്പക്ക, അരിനെല്ലി, പേര, സപ്പോട്ട, നാരകം, 15ഓളം ഇനം തെങ്ങുകൾ, അമ്പഴം, കശുമാങ്ങ, ചെറുനാരങ്ങ തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ ഇവിടെ സമൃദ്ധമായി വളരുന്നുണ്ട്. ഒരു കാലത്ത് രാജകൊട്ടാര വളപ്പുകളിൽ മാത്രം കൃഷി ചെയ്യാൻ അനുമതിയുണ്ടായിരുന്ന കെപ്പൽ ഇവിടുത്തെ അപൂർവ ഇനമാണ്. മിറാക്കിൾ ഫ്രൂട്ട്, മങ്കോട്ടദേവ, മുള്ളാത്ത, ജംബോട്ടിക്ക, ബനാന മാങ്ങ, മൾബറി, പൂച്ചപ്പഴം, ക്രേപ്പ് ആപ്പിൾ, ഓറഞ്ച്, ബുഷ് ഓറഞ്ച്, മുന്തിരി, സാൻഡ്രോൾ ഫ്രൂട്ട്, ലെൻസിയം ഡൊമസ്റ്റിക്കം കുടുംബത്തിൽപ്പെട്ട ഡുക്കോങ് പഴങ്ങൾ, അബിയു തുടങ്ങി കൗതുകമുണർത്തുന്ന നിരവധി ഇനങ്ങൾ അദ്ദേഹത്തിന്റെ തോട്ടത്തിലുണ്ട്. ഫലവൃക്ഷങ്ങൾക്കൊപ്പം വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിയും ജിജു കൃഷി ചെയ്യുന്നുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് മുമ്പ് ദേവാലയങ്ങളിൽ ആദ്യഫലശേഖരമായി സമർപ്പിക്കുന്നതാണ് വർഷങ്ങളായുള്ള ശീലം. തുടർന്ന് ഇവയെല്ലാം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കും പങ്കുവയ്ക്കുന്നതിലാണ് ജിജു കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്. കൃഷിയിടത്തിൽ ജൈവസൗഹൃദ കൃഷിരീതികളാണ് പിന്തുടരുന്നത്. രാവിലെ ആരംഭിക്കുന്ന കൃഷിപ്പണി വൈകിട്ട് വരെ തുടരും. സഹധർമ്മിണി ബിന്ദുവും മക്കളായ ബിസ്നയും ജിസ്നയും മരുമകൻ സുനിൽ സി സണ്ണി എന്നിവർ നൽകുന്ന പ്രോത്സാഹനമാണ് കൃഷിയോടുള്ള അർപ്പണബോധത്തിന് ശക്തി പകരുന്നത്. ദേശീയ ദുരന്ത പ്രതികരണ സേന NDRFന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കുന്നംകുളം നഗരസഭ മിനി ടൗൺ ഹാളിൽ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ അഞ്ഞൂർ വില്ലേജ് മരോട്ടിക്കുന്ന് പ്രദേശത്തെ ജനങ്ങളും പൊതുജനങ്ങളും ജനപ്രതിനിധികളും പങ്കെടുക്കണമെന്ന് NDRF അധികൃതർ അറിയിച്ചു.
ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണവും വേൾഡ് കപ്പ് റാലിയും സംഘടിപ്പിച്ചു. GHSS മണത്തലയിലെ വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് പരിപാടി നടന്നത്. നഗരസഭാ ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. യതീന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി മണത്തല സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വേൾഡ് കപ്പ് റാലിയിൽ അണിനിരന്നത്. നഗരസഭാ കൗൺസിലർമാരായ മുഹമ്മദ് ആരിഫ്, മുഹമ്മദ് ആസിഫ്, PI വിശ്വംഭരൻ, KV സന്തോഷ്, തനുജ ഷാഫി എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. GHSS മണത്തല PTA പ്രസിഡന്റും ചാവക്കാട് നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സണുമായ KK മുബാറക്, GHSS മണത്തല പ്രധാന അധ്യാപിക ജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിൽ മേഖലയെ തകർക്കുന്നതുൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എരുമപ്പെട്ടി ഫൊറോന പള്ളി പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് T. പരമേശ്വരൻ അധ്യക്ഷനായി. S. ബസന്ത്ലാൽ, KM അഷ്റഫ്, OB സുബ്രഹ്മണ്യൻ, PN അനിൽകുമാർ, TK ശിവൻ എന്നിവർ സംസാരിച്ചു. KT രാജൻ, KK മണി, PS പുരുഷോത്തമൻ, രാജപ്പൻ, മഞ്ജുനാഥൻ, PA സുബ്രഹ്മണ്യൻ, പരമേശ്വരൻ നായർ, സുമന സുഗതൻ, രാജി സോമൻ, ജയന്തി എന്നിവർ നേതൃത്വം നൽകി. കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മോഡി ഗവൺമെന്റ് ആലോചിച്ചത്. വിദ്യാരാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ആളുകൾ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് ഗവൺമെന്റിന് യാതൊരുവിധ കാഴ്ചപ്പാടും വ്യക്തതയും ഇല്ലാത്ത രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പാവപ്പെട്ട ആളുകളെയും പട്ടിണിപ്പാവങ്ങളെയും സംരക്ഷിക്കാൻ ആവശ്യമായ പദ്ധതിയില്ലാതെ സമ്പന്നരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടാണശ്ശേരിയിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലാബിന്റെ ഉദ്ഘാടനവും നടന്നു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, കുടുംബശ്രീ, സഹകരണ ബാങ്കുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭയുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടനം നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പരമ്പരാഗത കാർഷിക രീതികളെ വീണ്ടെടുക്കാനും കർഷകർക്ക് മികച്ച വിപണി ഉറപ്പാക്കാനും ഇത്തരം മേളകൾ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. കേരള ബാങ്ക് ഡയറക്ടർ M ബാലാജി മുഖ്യാതിഥിയായി. തൈ വിതരണത്തിന്റെ ഉദ്ഘാടനവും ബാലാജി നിർവഹിച്ചു. മേളയുടെ പ്രധാന ആകർഷണമായ സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലാബ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് കെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ TD ശ്രീജ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കർഷകർക്കായി നടത്തിയ കിസാൻ ക്രെഡിറ്റ് കാർഡ് വിശദീകരണ ക്ലാസിന് കേരള ഗ്രാമീൺ ബാങ്ക് മറ്റം ശാഖാ മാനേജർ KV ഗിരീഷ് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുധീബ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ VK ദാസൻ, VV തിലകൻ, നിവ്യ റനീഷ്, കുനമുച്ചി പീപ്പിൾസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജയകൃഷ്ണൻ നമ്പി, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, കണ്ടാണശ്ശേരി കൃഷി ഓഫീസർ ഡോക്ടർ ഗായത്രി രാജശേഖരൻ, കൃഷി അസിസ്റ്റന്റ് K അജിഷ എന്നിവർ സംസാരിച്ചു. കാർഷിക വിപണന സ്റ്റാളുകൾ, കുടുംബശ്രീ സ്റ്റാളുകൾ, സർവീസ് സഹകരണ സംഘം സ്റ്റാളുകൾ എന്നിവ മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. വിവിധതരം ഗുണമേന്മയുള്ള തൈകളും കാർഷിക ഉൽപ്പന്നങ്ങളും ചന്തയിൽ വിപണനത്തിനായി എത്തിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും കർഷകരും പൊതുജനങ്ങളും പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. VBG റാംജി പദ്ധതി ഉപേക്ഷിക്കുക, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSKTU ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ ട്രഷറർ V. വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, V. അനൂപ്, KA ഉണ്ണികൃഷ്ണൻ, PS അശോകൻ, AA മഹേന്ദ്രൻ, TS സുരേഷ്, MK രമേശ് എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി. കൃഷിഭവൻ പരിസരത്ത് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രശാന്തൻ മാസ്റ്റർ, കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ M ബാലാജി എന്നിവർ വിശിഷ്ടാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലിം, കൃഷി ഓഫീസർ ശ്രുതി PD,
കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയ ജോസഫ് എന്നിവർ സംസാരിച്ചു. കർഷക സഭയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, പാടശേഖര സമിതി ഭാരവാഹികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാറ്റുവേല ചന്തയിൽ കുടുംബശ്രീ യൂണിറ്റുകളുടെ സ്റ്റാളുകൾ, FEO സ്റ്റാളുകൾ, അഗ്രോടെക്, വിവിധ ഫാം മിഷനറീസിന്റെ പ്രദർശനം എന്നിവയും കർഷകർക്ക് സൗജന്യമായി SMAM രജിസ്ട്രേഷനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. VB ഗ്രാം ജി പദ്ധതി പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSKTU കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി തൃശൂർ റോഡിലെ BSNL ഓഫീസിന് മുന്നിലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ സമരം KSKTU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MS വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ ട്രഷറർ KG പ്രമോദ്, CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ, KSKTU ജില്ലാ കമ്മിറ്റി നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. 1 ലക്ഷത്തിലധികം ഈർക്കിൽ കഷ്ണങ്ങൾ കൊണ്ട് പാലൂർ പള്ളിയുടെ മാതൃക നിർമ്മിച്ച കോട്ടപ്പടിയിലെ കലാകാരൻ ബിജു മാറോക്കിയെ കോട്ടപ്പടി സാംസ്കാരിക കൂട്ടായ്മയായ കോട്ടപ്പടി സ്റ്റോറീസ് ആദരിച്ചു. പ്രസിഡന്റ് സെബി താണിക്കൽ, വൈസ് പ്രസിഡന്റ് ലെൻസൺ കാക്കശ്ശേരി, സെക്രട്ടറി NJ ജെയ്സൺ, പ്രോഗ്രാം കോർഡിനേറ്റർ ആൽവിൻ കോട്ടപ്പടി എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ CK ജോൺ മാസ്റ്ററുടെ 2ാം അനുസ്മരണ സംഘടിപ്പിച്ചു. മരത്തങ്കോട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റോപ്പ് പരിസരത്ത് നടത്തിയ അനുസ്മരണ ചടങ്ങ് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് അംഗവും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ സെബി മണ്ടുമ്പാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വർഗീസ് ചൊവ്വന്നൂർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS സുജിത്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളായ MP സിജോ, രവി കോതോട്ട്, ജോയ്, ആന്റണി, ഷാജൻ മാണി, CG അനിൽ, മുകുന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനവും നടത്തി. കൃഷിഭവന് സമീപം ലൈബ്രറി ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീറ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജൈവ കൃഷിയും നല്ല ഭക്ഷണവും, AIF കാർഷികാടിസ്ഥാന സൗകര്യ വികസന നിധി, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയെക്കുറിച്ചുള്ള സെമിനാറും ഉണ്ടായി. നിറവ് KKS പുന്നയൂർ, കുടുംബശ്രീ, CDS പുന്നയൂർ ഗ്രൂപ്പ്, KU മൊബൈൽ എക്സിബിഷൻ യൂണിറ്റ് എന്നിവരുടെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും ഉണ്ടായിരുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾ, ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി തൈകൾ, വിത്തുകൾ എന്നിവയുടെ വിപണനവും ഒരുക്കിയിരുന്നു. കൃഷി അസിസ്റ്റന്റ് K സൗമ്യ, സനൽ P രാജ്, സ്നേഹ ബിനു, PP ജിഷ, ഷീബ അർജുനൻ, സ്വപ്ന, ബബിത എന്നിവർ ഞാറ്റുവേല ചന്തയ്ക്ക് നേതൃത്വം നൽകി. വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിവിധ കോഴ്സുകളുടെ വിദ്യാർത്ഥികൾക്കായുള്ള ബിരുദദാന ചടങ്ങ് ജൂലൈ 4 ശനിയാഴ്ച രാവിലെ 10:30 കോളേജ് ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ പഠന വിഭാഗങ്ങളിൽ നിന്ന് വിജയകരമായി പഠനം പൂർത്തിയാക്കിയ 556 വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ബിരുദങ്ങൾ സമ്മാനിക്കും. ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സർ സോഹൻ റോയ് മുഖ്യാതിഥിയാകും. VICT ചെയർമാൻ ഗിരീഷ് കുമാർ മാലിട്ടിരി അധ്യക്ഷത വഹിക്കും. കേരള സർക്കാരിന്റെ അസാപ്പുമായി സഹകരിച്ച് വിവിധ തൊഴിൽ സാധ്യതാ കോഴ്സുകൾ കോളേജ് നടപ്പിലാക്കി വരുന്നുണ്ട്. കൂടാതെ സർവകലാശാലയുടെ വിവിധ മൈനർ ഡിഗ്രി പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളും ചടങ്ങിന്റെ മാറ്റുകൂട്ടും. കോളേജ് ചെയർമാൻ ഗിരീഷ് കുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ, അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ PR ഷാലിജ്, പ്രിൻസിപ്പാൾ ഡോക്ടർ സുനിത C എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർമാരായ ഡോക്ടർ B പ്രേമാനന്ദ്, ഡോക്ടർ രാകേഷ് ഹരി, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ SD സാൻഡുമോൻ, PV ബിജു എന്നിവർ പങ്കെടുത്തു. ഈ പരിപാടിക്ക് VICTയുടെ ചെയർമാനായ ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിൽ പ്രമുഖ സംരംഭകനും ഐരീസ് ഗ്രൂപ്പ് ചെയർമാനും CEOയുമായ സർ സോഹൻ റോയ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. അതുപോലെ തന്നെ ഈ വർഷത്തെ ഗ്രാജുവേഷൻ സെറമണിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം 350-ലധികം പ്ലേസ്മെന്റുകൾ ലഭിക്കുവാൻ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിന് സാധിച്ചിട്ടുണ്ട്. കോളേജ് കേരള സർക്കാരിന്റെ SAP, അതായത് അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാമുമായി സഹകരിച്ച് വിവിധ എംപ്ലോയ്മെന്റ് കോഴ്സുകൾ നടത്തി.
പുന്നൂർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ മെഡിക്കൽ ഓഫീസറെ ആദരിച്ചും സംവദിച്ചും ഒത്തുകൂടി. പുന്നൂർകുളം ശാന്തി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ സുഗതോസിനെയാണ് സ്കൂളിലേക്ക് ക്ഷണിച്ചു വരുത്തി ആദരിച്ചത്. സമൂഹ നന്മ കുട്ടികളിലൂടെ എന്ന ശീർഷകത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. കൊച്ചുകുട്ടികൾ ഡോക്ടർമാരുടെ വേഷവും സ്റ്റെതസ്കോപ്പും ധരിച്ചാണ് ഡോക്ടർ സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഡോക്ടറെ സ്വീകരിച്ചത്. മഴക്കാല രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, പ്രതിരോധ മാർഗങ്ങൾ, വ്യക്തിശുചിത്വം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് ഡോക്ടർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കഴിഞ്ഞ 18 വർഷമായി സമൂഹത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ സുഗതോസിനെ മൊമൻറ്റോ നൽകി ആദരിച്ചു. ഡോക്ടർ ജോലി, ആരോഗ്യ സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ ഡോക്ടറുമായി സംവദിച്ചു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകി. പ്രധാനാധ്യാപകൻ KL മനോഹിത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി മീന പോൾ അധ്യക്ഷത വഹിച്ചു. SSG ചെയർമാൻ M. റാണ പ്രതാപ്, SMC പ്രതിനിധി രഘുനാഥ് മപ്പാല, അധ്യാപകരായ PJ ജയകൃഷ്ണൻ, ഫ്രണ്ടോ ഫ്രാൻസിസ്, നയന തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡോക്ടേഴ്സ് ഡേ പ്രമാണിച്ച് കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇട്ടിമാണി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സന്ദർശിക്കുകയും ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ അരുൺ ഐ ചീരനെ പൊന്നാടണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ഡോക്ടർ അരുൺ കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിച്ചു. കുട്ടികൾ ഡോക്ടർക്ക് ആശംസാഗാനങ്ങൾ ആലപിക്കുകയും രോഗികൾക്കും സ്റ്റാഫിനും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. റോട്ടറി ക്ലബ് ഓഫ് കുന്നംകുളത്തിന്റെ 2026-27 വർഷത്തിലെ ആദ്യ സേവന പദ്ധതിയായ ഗിഫ്റ്റ് ഓഫ് ഹോപ്പിന് തുടക്കമായി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് ആവശ്യമായ 30 ഡയാലിസിസ് കിറ്റുകൾ ക്ലബ്ബ് സൗജന്യമായി നൽകി. താലൂക്ക് ആശുപത്രി ഡയാലിസിസ് യൂണിറ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ ഡയാലിസിസ് കിറ്റുകൾ ഏറ്റുവാങ്ങി. ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, വാർഡ് കൗൺസിലർ സോണി ഷാജി, കൗൺസിലർ റോട്ടേറിയൻ ലബി ബേഴ്സൺ, റോട്ടറി ക്ലബ് ഓഫ് കുന്നംകുളം പ്രസിഡന്റ് റോട്ടേറിയൻ ഡോക്ടർ ഷാജി PS തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി പോർക്കുളം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരെ വെസ്റ്റുമങ്ങാട് സെന്റ് ജോസഫ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ ആദരിച്ചു. കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷണത്തിനായി അടിയുറച്ചു നിൽക്കുന്ന പ്രിയ ഡോക്ടർമാർക്ക് പൊന്നാടണിയിച്ചും മധുരം നൽകിയുമായിരുന്നു സ്കൂളിന്റെ ആശംസ. സ്കൂൾ പ്രധാനാധ്യാപിക ജെൻസി ടീച്ചർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അധ്യാപകരായ അലൻ മാസ്റ്റർ, ഫ്യൂജിൻ മാസ്റ്റർ, സ്കൂൾ വിദ്യാർത്ഥികൾ, ആരോഗ്യ കേന്ദ്രം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂളിൽ ബത്നോവ 2026 എന്ന പേരിൽ ഫ്രഷേഴ്സ് ഡേയും +2 മെറിറ്റ് ഡേയും സംയുക്തമായി സംഘടിപ്പിച്ചു. പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വീകരണവും +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. അക്കിക്കാവ് MOTC അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. ബദനി സ്കൂൾ മാനേജർ ഫാദർ സക്കറിയ OIC അധ്യക്ഷനായി. തുടർന്ന് പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഡോക്ടർ VC ബിനോജ് ക്ലാസ് എടുത്തു. ഫാദർ മത്തായി OIC മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രിൻസിപ്പാൾ രാംദാസ് M, ഫാദർ ആൻഡ്രൂസ് OIC, ബിംസ് കോളേജ് പ്രിൻസിപ്പാൾ CL ജോഷി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ മെറിറ്റ് ഡേയും സ്ഥാനാരോഹണ ചടങ്ങും അക്കോലേഡ് 2026 എന്ന പേരിൽ സംയുക്തമായി സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോഷിയാളൂർ അധ്യക്ഷത വഹിച്ചു. മലക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അജിൻ ഇമ്മാനുവൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 2025-26 അധ്യയന വർഷത്തിലെ 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അജിൻ ഇമ്മാനുവൽ ആദരിച്ചു. ചടങ്ങിൽ നേതൃത്വത്തിനായുള്ള പ്രതിജ്ഞാ ചടങ്ങ് സിസ്റ്റർ ആൻസലിൽ പൂത്താന നിർവഹിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ PTA എക്സിക്യൂട്ടീവ് മെമ്പർ ഷൈജു തൈക്കാടൻ, സ്കൂൾ ട്രസ്റ്റ് സെക്രട്ടറി ബാബു ജോർജ്, ചർച്ച് ട്രസ്റ്റി ജോഷി MK, ഷൈബിൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് ബോയ് വസുദേവ് കൃഷ്ണ, ഹെഡ് ഗേൾ ഏഞ്ചൽ മരിയ ബൈജു,
ശ്രീയ KS എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആൻസിലിൻ പൂവത്താനം സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജീന ജോസ് നന്ദിയും പറഞ്ഞു. വരവൂരിൽ കോഴിക്കൂട്ടിൽ കയറി കോഴിയെ വിഴുങ്ങിയ മലമ്പാമ്പിനെ പിടികൂടി. ചരലിൽ പീടികയിൽ അലിയുടെ വീട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. 6 അടിയോളം വലിപ്പമുണ്ട്. ഒരു കോഴിയെ വിഴുങ്ങിയിരുന്നു. പാമ്പ് പിടുത്തക്കാരൻ പ്രേംദാസ് വരവൂർ പാമ്പിനെ പിടിച്ച് പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. കലാപരമായ ആവിഷ്കാരശേഷിയും ആശയവിനിമയ നൈപുണ്യവും ആത്മവിശ്വാസവും വിദ്യാർത്ഥികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രൈമറി വിഭാഗത്തിൽ അൻസാർ തിയേറ്റർ ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത നാടക പ്രവർത്തകൻ ഷംനാസ് വളയംകുളം ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ഷംനാസ് വളയംകുളം, TP അസീസ് സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഷയാൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച നാടകാവിഷ്കാരം ശ്രദ്ധേയമായി. അസിസ്റ്റന്റ് ജൂനിയർ പ്രിൻസിപ്പാൾ, സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പാൾ ഇൻചാർജ് സാജിദ റസാഖ്, വൈസ് പ്രിൻസിപ്പാൾ ഫരീദ ഇ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. വിപണി. കാട്ടകാമ്പൽ ചിറക്കലിൽ ബ്രദേഴ്സ് സോളാർ സൊല്യൂഷൻസ് പ്രവർത്തനം ആരംഭിച്ചു. നാൽപ്പത് വർഷത്തെ വിശ്വാസവും സേവന പാരമ്പര്യവും കൈമുതലാക്കിയാണ് ചിറക്കൽ സെന്ററിൽ പ്രവർത്തിച്ചുവരുന്ന ബ്രദേഴ്സ് ഓട്ടോ ഇലക്ട്രിക്കൽസിന്റെ സഹോദര സ്ഥാപനമായ ബ്രദേഴ്സ് സോളാർ സൊല്യൂഷൻസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിച്ചു. 8ാം വാർഡ് മെമ്പർ മോനിഷ രജീഷ് മുഖ്യാതിഥിയായി. മൂന്നാം വാർഡ് മെമ്പർ സന്തോഷ് കൊളത്തേരി ആദ്യ വിൽപ്പന നടത്തി. പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ സോളാർ എനർജി സേവനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. വൈദ്യുതി ബില്ലിനെ പേടിക്കാതെ സോളാറിലേക്ക് മാറാനുള്ള സുവർണാവസരമാണ് ബ്രദേഴ്സ് സോളാർ സൊല്യൂഷൻസ് നൽകുന്നത്. ഇൻവെർട്ടർ, ബാറ്ററി, സോളാർ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. എല്ലാവിധ ബ്രാൻഡഡ് വാഹനങ്ങളുടെയും ബാറ്ററികളും സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കും. ബ്രദേഴ്സ് സോളാർ സൊല്യൂഷൻസ്, ചിറക്കൽ, കാട്ടകാമ്പാൽ. ഫോൺ 9745664218 8921596018. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബത്താനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടേഴ്സ് ഡേ ആഘോഷിച്ചു. ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് രക്ഷിതാക്കളായ ഡോക്ടർമാരെ ആദരിക്കുന്നതിനായി വിദ്യാർത്ഥികൾ ആശംസാ കാർഡുകൾ അയച്ചു. സ്നേഹസമ്മാനം നൽകിയ സ്കൂൾ മാനേജ്മെന്റിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർ നന്ദി പറഞ്ഞു. 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ പ്രസംഗം, സ്കിറ്റ്, ഡാൻസ് എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സക്കറിയ OIC, വൈസ് പ്രിൻസിപ്പാൾ C. രാധാമണി, കോർഡിനേറ്റർമാരായ VA നിത്യ, ധന്യ മുരളീധരൻ, അധ്യാപകരായ MS മിജ, KV സ്വർണകുമാരി, രാഖി, KM സിന്ധു എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം യങ് മൈൻഡ്സ് വിമൻസ് ക്ലബ് ഡോക്ടേഴ്സ് ഡേയിൽ സീനിയർ ഡോക്ടറായ കുഞ്ഞമ്മ മാത്യുവിനെ ആദരിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് ലിൻഡ ഡേവിസ്, സെക്രട്ടറി AC സുനിതയും മറ്റു ക്ലബ് ഭാരവാഹികളും പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 13,040 രൂപ, പവന് 1,04,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം. കാട്ടകമ്പാൽ കിഴക്കുമുറി തച്ചിലത്ത് പരേതനായ ശിവശങ്കരൻ നായരുടെ ഭാര്യ രാധ നിര്യാതയായി. 67 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. അജീഷ്, അനീഷ് എന്നിവർ മക്കളാണ്. ചെറുവത്താണി കോരങ്ങത്ത് വേലുമകൻ രാഘവൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതയായ സരസ്വതി ഭാര്യയാണ്. ഷീബ, ഷിജു എന്നിവർ മക്കളാണ്. മഴുവഞ്ചേരി കൂത്തൂർ വെള്ളാട്ടുകര വാറു മകൾ റീത്ത നിര്യാതയായി. സംസ്കാരം എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ സെമിത്തേരിയിൽ നടത്തി. ഫ്രാൻസിസ്, സിസ്റ്റർ റോസ് കിരൺ, സിസ്റ്റർ തെരേസ, ലില്ലി ആന്റണി, ജോസഫ്, പരേതരായ LC തോമസ്,
ലിവിസ്, സിസ്റ്റർ ജൂലിയാന എന്നിവർ സഹോദരങ്ങളാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ മുൻ കായികാധ്യാപകൻ കുന്നത്തേരി ഒറുവിൽ ചാമി മകൻ നാരായണൻ മാസ്റ്റർ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. അക്കിക്കാവ് ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറി ഡ്രൈവർ മരിച്ചു. യാത്രക്കാരുൾപ്പെടെ 8 പേർക്ക് പരിക്ക്. സുരക്ഷാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ PM മാധവൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഫെബ്രുവരി മാസത്തിൽ മുണ്ടൂരിൽ വീടിനടുത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് എറണാകുളത്ത് റീനെ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. തെരുവുനായ ശല്യം മൂലം 2 ദിവസം വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ ബുധനാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ആശ്വാസത്തിൽ. കടവല്ലൂർ വടക്കുമുറിയിൽ 74-കാരനെ ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. മാനക്കണ്ടത്ത് വീട്ടിൽ അലിക്കാണ് മർദ്ദനമേറ്റത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.